കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഒന്നിച്ച് ഈ പകൽക്കാലം തിരുവചനത്തോടുകൂടി ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിന്തിക്കാധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം 2 രാജാക്കളുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം. ഒരു ദിവസം എലീശ ശൂനോമിലേക്ക് പോയി. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. നാം ചുമരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവനൊരു കട്ടിലും ഒരു മേശയും ഒരു നൽക്കാലയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തൻ്റെ ബാല്യക്കാരനായ ഗേഗസിയോട് ശൂലോംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവനെ വിളിച്ചു. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. ഈ വചനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന പിതാവേ, ഇത് തൻ്റെ മക്കൾക്ക് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഒരു വിടുതലായി മാറുവാൻ, അനുഗ്രഹത്തിന് കാരണമാകുവാൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മരണങ്ങൾ മാറിപ്പോകുവാൻ, രോഗങ്ങൾ മാറിപ്പോകുവാൻ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഈ വചനമയച്ച് കർത്താവേ അവിടുന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും പിതാവേ. ഏഴയപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം നിരാശയോടുകൂടെ ആയിരിക്കുന്ന തൻ്റെ മക്കളുടെ മേലെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടഞ്ഞ അന്തരീക്ഷങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അമർത്തി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം പൊട്ടി മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സകല മണ്ഡലങ്ങൾ തുറക്കുന്ന ഒരു പകലായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തിന്റെ പകലായി മാറട്ടെ. അടയാളങ്ങളുടെ പകലായി മാറട്ടെ. നിരാശയുടെ മണ്ഡലങ്ങളെ ഹല്ലേലൂയ ഞങ്ങൾ ദൂരീകരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. സന്തോഷത്തെ കെടുത്തു വച്ചിരിക്കുന്ന, ആനന്ദത്തെ കെടുത്തു വച്ചിരിക്കുന്ന, ഉണർവിനെ കെട്ടിയിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ വീട്ടുമാറി പോകട്ടെ. വചനമയച്ച് വിടുവിക്കണം. നാവോടതരത്തോട് കൂടെ ഇരിക്കണമേ. ആത്മാവിന്റെ മറവില് മറയ്ക്കണമേ അപ്പാ. തിരുരക്തം കൊണ്ട് മുദ്രണം ചെയ്യുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ തൻ്റെ ബാല്യക്കാരനായ ഗേഗസിയോട് ശൂനോംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവനെ വിളിച്ചു. അവൾ തൻ്റെ മുന്നിൽ വന്നു നിന്നു. അവനോട്, ഹല്ലേലൂയ, നീ ഇത്ര താല്പര്യത്തോടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരേണം എന്ന് രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയാനുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു രാജാവിനോടോ സേനാധിപതിയോടോ ആമേൻ ഹല്ലേലൂയ അവൾക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് അവളോട് ചോദിക്കുക എന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചോദിക്കുക ദൈവത്തിൻ്റെ പൈതലെ. ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നൊരു ദൈവ പൈതലാണ്. പ്രൈസ് ലോർഡ്. ഞാൻ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ സാക്ഷിക്കുന്ന ഒരു ദൈവ പൈതലാണ്. ഞാൻ ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. എൻ്റെ ആവശ്യം എന്നതാണ്, എൻ്റെ അവസ്ഥ എന്നതാണ്, എൻ്റെ സാഹചര്യം എന്നതാണ് എന്ന് ഇന്ന് പകൽക്കാലം ആരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഹല്ലേലൂയ യഹോവ ചിലത് ചെയ്തു തരുവാൻ ഈ പകൽക്കാലം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തെ ദൈവത്തോട് ബോധിപ്പിക്കാൻ നമുക്ക് കഴിയുമോ ദൈവത്തിന്റെ പൈതലെ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കാട് കയറി പോകുവാനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ ഹല്ലേലൂയ നിരാശപ്പെടുത്തുന്ന ആ വിഷയം ദൈവത്തോട് ചോദിച്ച് ഇന്ന് പകൽക്കാലം ആ വിഷയത്തെ വന്ന് ആനന്ദമായി മാറ്റി തരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ആ ദൃഢ നിശ്ചയത്തോടുകൂടെ നിങ്ങൾ
ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തിന് ഈ പകൽക്കാലം കർത്താവ് മറുപടി തരുവാൻ ശൈത്താനാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ ചോദിക്ക്, വിശ്വാസത്തോടുകൂടെ ചോദിക്ക്, ഉള്ളൊഴിഞ്ഞ് ചോദിക്ക്, അകമൊഴിഞ്ഞ ഹൃദയത്തോട് ചോദിക്ക്, ആവശ്യഭാരത്തോട് ചോദിക്ക്, ഹല്ലേലൂയ, ദാഹത്തോട് ചോദിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങളുടെ ആവശ്യം എന്തായാലും അത് ദൈവത്തോട് ചോദിക്ക്. ദൈവം മറുപടി തരുന്ന സമയമാണ്. വിശ്വസിക്കുന്നവരാൽ അത് സംഭവിക്കും, വിശ്വസിക്കുന്നവരാൽ അത് സംഭവിക്കും. ആമേൻ. നമ്മെ നിരാശപ്പെടുത്തുന്ന ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും തരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുകയാ. ഏൽപ്പിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തോട് ചോദിക്കുക. ദൈവ പൈതലേ, ഇവിടെ വചനം പറയുന്നു, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി എന്ത് ആമേൻ, ഹല്ലേലൂയ, ആമേൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയാണ്, ഹല്ലേലൂയ, ആമേൻ, നീ ഇത്ര താല്പര്യത്തോടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയാനുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാവിനോടോ സേനാധിപതിയോടോ ആമേൻ, ഹല്ലേലൂയ, വല്ലതും പറയേണ്ടതുണ്ടോ, അപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന് അവളോട് ചോദിക്കുവാൻ പറഞ്ഞു. ഇന്നത്തെ പ്രധാനമന്ത്രിയോടോ ഇന്നത്തെ മുഖ്യമന്ത്രിയോടോ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ദൈവപുരുഷനാകുന്ന ആമേൻ എലീശ ചോദിക്കുകയാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുവാനുള്ള വിഷയം ഏതാണ്? നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ വിഷയം ഏതാണ് എന്ന് ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ തുറന്നൊരു പുസ്തകമായി ഈ പകൽക്കാലം, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങളെ ഇറക്കി വെക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ വിഷയത്തിന് മറുപടി തരുവാൻ ദൈവം ശൈത്താനത്രേ. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് വചനം വിളിച്ചു പറയുക, നിങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, എന്തു ചെയ്യണമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ഭരണകർത്താക്കൾ മാറിപ്പോകും, എന്നാൽ ഹല്ലേലൂയ സാക്ഷാൽ യേശുക്രിസ്തു മാറിപ്പോകത്തില്ല. ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവാത്മാവ് ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് നിറവേറ്റി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നാം കാത്തിരിക്കണം. ഹല്ലേലൂയ. നാം വിശ്വാസത്തോടു കൂടെ ആ ദൈവത്തോട് ചേർന്നിരിക്കുമെങ്കിൽ, ആമേൻ, വിശ്വാസത്തോടു കൂടെ ദൈവത്തോട് യാചിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. വചനം പറയുന്നു, അതിന് അവൾ ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആഴമാകുന്ന ഒരു വാക്കാണത്. അതിന് അവൾ ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചാർച്ചക്കാരുടെ നടുവിൽ ജീവിക്കുന്നു. ഞാൻ എൻ്റെ ദേശത്ത് ജീവിക്കുന്നു. ഞാൻ എൻ്റെ ആൾക്കാരുടെ കുടുംബക്കാരുടെ നടുവിൽ വസിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഇത്തരം കാര്യാദികളെ ചെയ്തു തരുവാൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്തിൽ, എൻ്റെ പട്ടണത്തിൽ, എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ ഭരണകൂടത്തിനകത്ത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആൾക്കാരുണ്ടെന്നുള്ളതാണ് ആ വാക്കിന്റെ മർമ്മം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാൽ അവൾ പറയാണ്, ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു. Praise the Lord. Hallelujah. Amen, 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 amen. Pray to Jesus. Hallelujah. Amen. Hallelujah. ഇന്ന് പകൽക്കാലം നോക്കണമേ ദൈവ പൈതലേ. Amen. Hallelujah. Amen. Thank you, Lord. Amen. Pray to Jesus. Sudabala rikababa. Sudabala rigamana ribasharaba. Amen. ഗേഗസി പറയാണ്, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. Praise the Lord. Hallelujah. പ്രവാചകൻ, ആമേൻ, ഹല്ലേലൂയ, ഭവനത്തിലേക്ക് വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ശൂന്യംകാരത്തിക്ക് മക്കളില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രവാചകൻ, ആമേൻ, ഹല്ലേലൂയ, ഭവനത്തിലേക്ക് വന്നപ്പോൾ ശൂന്യംകാരത്തിക്ക് മക്കൾ ഇല്ലായിരുന്നു. ആമേൻ. ഗേഗസി പറയാണ്, അതിന്, ആമേൻ, ഹല്ലേലൂയ, അവൾക്ക്, ഹല്ലേലൂയ, മകൻ ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാഗ്ദത്തത്തെ
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിവർത്തീകരിക്കുവാൻ ഈ പകൽക്കാലം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കുന്നു, ആമേൻ, അവളെ വിളിക്കുക എന്നവൻ പറഞ്ഞു. ആമേൻ, അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. ഹല്ലേലൂയ. ആമേൻ. ഗേഹസി അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. എവിടെയാണ് വന്നു നിന്നത്? വാതിൽക്കൽ വന്നു നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്വതയോടുകൂടെ, താഴ്മയോടുകൂടെ, വിനയത്തോടുകൂടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, വാതിൽക്കൽ വന്നു നിന്നു. ആമേൻ, ഹല്ലേലൂയ. ചാടി ഓടി വന്നുവെന്നല്ല, അലസത കാണിച്ചുവെന്നല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അലംഭാവത്തോടെ വന്നു എന്നുള്ളതല്ല. ആമേൻ, അവൾ ഹല്ലേലൂയ വാതിൽക്കൽ വന്നു നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ നടപ്പിന്, നമ്മുടെ ജീവിത ശൈലികൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, ആമേൻ, ഹല്ലേലൂയ, എല്ലാറ്റിനും ഇന്ന് മുതൽ ഒരു അതിർവരമ്പ് വയ്ക്കണമെന്ന് ആത്മാവ് ഇടപെടുകയാ. അവൾ എവിടെ വന്നു നിന്നു? അവൾ വാതിൽക്കൽ വന്നു നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, രാജാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവൾക്ക് മകനില്ലല്ലോ, ഭർത്താവ് വൃദ്ധനുമാകുന്നുവെന്ന് പറഞ്ഞു. അവളെ വിളിക്കുക എന്നവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ, വരുന്ന ആണ്ടിൽ ഈ സമയമാവുമ്പോഴത്തേക്ക് നീ ഒരു മകനെ ചേർത്തുകൊള്ളാം എന്ന് പറഞ്ഞു. അതിന് അവൾ, അല്ല ദൈവപുരുഷനായ എൻ്റെ യജമാനനെ അടിയനോട് ഭോഷ്ക പറയരുതേ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ച് പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ ചോദിക്കുന്നില്ല എനിക്കൊരു ആമേൻ കുഞ്ഞ് വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഭവനത്തിലെ കുറവുകളെ ആമേൻ കണ്ടുപിടിച്ച ആമേൻ ദൈവഭക്തന്മാർ പറയുകയാണ്. ഹല്ലേലൂയ. ഗേഹസി പറഞ്ഞു ആമേൻ എലീശയോട് അവൾക്ക് മകനില്ലല്ലോ എന്ന്. എന്നാൽ എലീശ ആമേൻ ഹല്ലേലൂയ പറയുകയാണ്, ആമേൻ വരുന്നയുണ്ട്, ആമേൻ നീ ഒരു ആമേൻ മകനെ അണച്ചുകൊള്ളുമെന്ന് പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാഗ്ദത്തം, ഹല്ലേലൂയ, കൊടുക്കുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാഗ്ദത്തം പറഞ്ഞാൽ വാക്കു മാറുമോ എന്ന് നാം ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാഗ്ദത്തം ഈ കുഞ്ഞുച്ചവരെ ഇരുന്നപ്പോൾ മരിച്ചു പോകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു അനുഗ്രഹം തന്നാൽ, ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ, ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, 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 അതിനൊത്തവണ്ണം ഹല്ലേലൂയ നന്ദി കാണിച്ചില്ല എങ്കിൽ ശോധനയുണ്ടാകും, വേദന വരും, കഷ്ടം വരും, നിലവിളി ഉയരും. പ്രൈസ് ദി ലോർഡ്. ദൈവം സമ്പൽ സമൃദ്ധിയിലേക്ക് ദൈവത്തിന്റെ ജനത്തെ നയിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവനാമത്തെ ഉയർത്തുവാൻ നാം തയ്യാറുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതിന്റെ അകതളത്തു നിന്ന് നമുക്കൊരു മർമ്മം പഠിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. താഴോട്ട് പഠിക്കുമ്പോൾ ആമേൻ അവൾ ചോദിക്കുകയാണ്, എന്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിനാകുന്നുവോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നാം നേരെ പാപം ചെയ്യുന്നില്ല, ആമേൻ, നാം നേരെ തെറ്റൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ കുറവ് വശങ്ങൾ മറഞ്ഞു കിടക്കുക. ദൈവം ചെയ്ത ഉപകാരത്തിനൊത്തവണ്ണം ജീവിതം കാഴ്ചവെക്കുവാൻ കഴിയാതെ വണ്ണം പലരും പല മണ്ഡലങ്ങളുടെ മേൽ ആയിത്തീരുമ്പോൾ ശോധനകൾ ഏറി വരും, കഷ്ടതകൾ ഏറി വരും, മരണഭാഷങ്ങൾ കടന്നു വരും, പാതാള വേദനകൾ കടന്നു വരും. ഇവിടെ വചനം പറയാണ്, ഹല്ലേലൂയ, ഉച്ചവരെ ഇരുന്നപ്പോൾ കുഞ്ഞ് മരിച്ചു പോകുവാനിടയായി തീർന്നു.
തുറന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ വേഗത്തിൽ ഓടിപ്പോകാൻ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ബോലം വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോട് കൂടെ ഇരുന്ന തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു. ആമേൻ. അവൻ അപ്പനോട് എൻ്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞവൻ ഒരു ബാല്യക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അവൻ അവനെ എടുത്ത് അവൻ്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടു ചെന്നു. അവൻ ഉച്ചവരെ അവിടെ മടിയിൽ ഇരുന്നതിന് ശേഷം മരിച്ചുപോയി. അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിന്മേൽ കിടത്തി വാതിലടച്ചു പുറത്തിറങ്ങി. പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ചു. ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കളോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയും അയച്ചു തരണമെന്ന് പറഞ്ഞു. അതിനവൻ, ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്നവൾ പറഞ്ഞു. അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട് നല്ലവണ്ണം തെളിയിച്ചു വിടുക, ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു. അവൾ ചെന്ന് കാർമേൽ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. വഴിയിൽ എങ്ങും നിർത്തരുത്, ഞാൻ പറഞ്ഞല്ലാതെ വണ്ണം ആമേൻ നല്ലവണ്ണം ഹല്ലേലൂയ തെളിയിച്ചു വിടുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്റെ ഭർത്താവ് ചോദിക്കുക, ഇന്ന് അമാവാസിയുമല്ല, ശബത്തുമല്ല, പിന്നെ എന്തിനാണ് നീ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രതികൂലങ്ങളാൽ പിടിക്കപ്പെട്ട ദൈവ പൈതലേ, ശോധനകളും വേദനകളും പേറി നടക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമാവാസിയിലും ശബത്തിലും മാത്രമല്ല ദൈവം ഇറങ്ങി വരുന്നത്. ദൈവം 24 മണിക്കൂർ നമ്മുടെ നടുവിൽ ഇറങ്ങി വരുവാൻ വെമ്പലോടുകൂടി ആയിരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊത്തവണ്ണമല്ല ദൈവത്തെ ആരാധിക്കുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന തക്ക മഹത്വം അവൻ ഏത് സമയവും നാം കൊടുത്തുകൊണ്ടിരിക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുക, ഇന്ന് പകൽക്കാലം ചില ആമേൻ വൻ ശോധനകൾ നമ്മെ വിട്ട് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടവരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമുള്ള ജീവിതം കാഴ്ചവെക്കണം. ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന നിലകളിൽ നമ്മുടെ ജീവിതങ്ങൾ മുന്നേറുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ഐശ്വര്യ സമ്പത്ത് നമുക്ക് തന്നു നൽകി മാനിക്കുവാൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നല്ല ദൈവമായി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിലും അവൻ വെളിപ്പെട്ട് വരുവാനിടയായി തീരും. ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൾ ചെന്ന് കാർമേൽ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ ബാല്യക്കാരനായ ഗേഹസിയോട്, അതാ ശൂന്യകാരി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് സുഖം തന്നെയോ, ഭർത്താവ് സുഖമായിരിക്കുന്നുവോ, ബാലന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു. സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ. മരിച്ചെന്ന് പറഞ്ഞോ? ഇല്ല. ആമേൻ. സുഖം തന്നെ എന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. നാം ആണെങ്കിൽ എന്ത് ചെയ്യും? പോകുന്ന വഴിയെല്ലാം വിളിച്ച് പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമല്ല നാം പോകത്തുമില്ല. കാരണം ആമേൻ, ഹല്ലേലൂയ, ഞാനൊരു കുഞ്ഞിനെ ചോദിച്ചില്ല. ആമേൻ. ദൈവപുരുഷൻ വാഗ്ദത്തം പറഞ്ഞ് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അത് മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ദൈവഭൃത്യന്റെ കുറ്റമാണ്. പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ്, ഉപവസിക്കാഞ്ഞിട്ടാണ്, മധ്യസ്ഥനക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കുവാനിടയായി തീരും. അവൾ ഗേഹസിയോട് പോലും പറയുകയാണ്, സുഖമായിരിക്കുന്നുവെന്ന്. പറയേണ്ടുന്ന വിഷയങ്ങളെ പറയേണ്ടുന്ന ഇടങ്ങളിൽ മാത്രം നാം പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഈ ശോധനകൾ കയറി വരുമോ? ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട്. ആമേൻ. നാം കൈകാര്യം ചെയ്യുവാനുള്ള വിഷയങ്ങളെ നാം ആമേൻ ഹല്ലേലൂയ സേനാധിപതിയോടും രാജാവിനോടും ബോധിപ്പിക്കുന്ന ഒരു അനുഭവമല്ലയോ? നാട്ടുകാരോട് ബോധിപ്പിക്കുന്ന ഒരു അനുഭവമല്ലയോ? കുടുംബക്കാരോട് പറഞ്ഞ് പിറുപിറുക്കുന്ന ഒരു അനുഭവമല്ലയോ? ഇന്ന് പകൽക്കാലം ചിന്തിക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു തീരുമാനമെടുക്ക്. ഞാൻ എൻ്റെ വിഷയത്തെ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന എൻ്റെ പിതാവിനോട് ഞാൻ യാചിച്ച് എൻ്റെ വിഷയത്തിന് മറുപടി കണ്ടെത്തുവോളം ഞാൻ മുഴങ്കാലുകൾ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ വിടുതൽ പിടിച്ചു വാങ്ങുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പകൽക്കാലം പൊങ്ങി വരുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുനാഥൻ ഇവിടെ ഇറങ്ങുകയാ. യേശുനാഥൻ ഇവിടെ ഇറങ്ങുകയാ. നിങ്ങളുടെ തീരുമാനമെടുക്കപ്പെട്ട ആ ഹൃദയത്തിന്റെ കവാടത്തിലേക്ക് യേശു മുട്ടുകയാ.
തുറക്ക 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 ദൈവ പൈതലേ, കണ്ടാലും ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്നുള്ള ആ വാഗ്ദത്തം നിറവേറ്റുവാൻ നിങ്ങളിൽ എത്ര തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. അവൾ ഗേഹസിയോട് പോലും പറയുകയാണ്, ആമേൻ, കുഞ്ഞും ഭർത്താവും എല്ലാം സുഖമായിരിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്ന സുഖം തന്നെ എന്നവൾ പറഞ്ഞു. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ചു ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നപ്പോൾ ദൈവപുരുഷൻ അവളെ വിടുക. അവൾക്ക് വലിയ മനോവസനമുണ്ട്. യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളെ വിടുക. അവൾക്ക് നല്ല മനോവസനമുണ്ട്. അത് യഹോവ എന്നോട് അറിയിക്കാതെ വണ്ണം മറച്ചിരിക്കുന്നുവെന്ന് പറയുവാനിടയായി. ആമീൻ. നമ്മുടെ പ്രാർത്ഥന കുറവുണ്ടായാൽ, ആമീൻ, ഹല്ലേലൂയ, വിഷയങ്ങളെ ദൈവം ഉണർത്തത്തില്ല ദൈവ പൈതലേ. അത് മറഞ്ഞിരിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന കുറവുണ്ടാകരുതേ, യാചന കുറവുണ്ടാകരുതേ. പ്രൈസ് ദി ലോർഡ്. ദൈവം വിഷയങ്ങളെ മറച്ചു വെക്കും. ഹല്ലേലൂയ. ആമേൻ. അനർത്ഥം വരുവാൻ, അപകടം വരുവാൻ, പ്രതികൂലങ്ങളെ കടത്തി വിടുവാൻ ശത്രുവായവൻ, ഹല്ലേലൂയ, കെണി വെച്ച് മാറി നിൽക്കുമ്പോൾ ദൈവം അത് മറച്ചു വെക്കും. അത് വരാതിരിക്കുവാൻ ഉണരുക, ഉണരുക, ബലം ധരിക്കുക എന്ന് ഇന്ന് പകൽക്കാലം വചനം പഠിപ്പിക്കുന്നു. നമുക്കൊന്ന് ഉണരാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുരുഷൻ അവളെ വിടുക. അവൾക്ക് വലിയ മനോവസനമുണ്ട്. യഹോവ എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ, എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്നവൾ പറഞ്ഞു. ഉടനെ അവൾ ഗേഹസിയോട്, നീ അരക്കട്ടെ എൻ്റെ വടിയും കയ്യിലെടുത്തു പോക. നീ ആരെയും എങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്. നിന്നെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ദശാംശം ദൈവത്തിന് കാഴ്ചവെച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി തന്നു നിറയ്ക്കുവാൻ എന്റെ കർത്താവ് ഹല്ലേലൂയ സദാസമയം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. നാം വളരെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടതായി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവമാകുന്ന ബന്ധമില്ല എങ്കിൽ, കൂടിക്കാഴ്ചയില്ല എങ്കിൽ, ദൈവത്തിന്റെ ഇടപെടലില്ല എങ്കിൽ നാം ഹല്ലേലൂയ മാറി നിന്ന് കരയേണ്ടുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് വരാതിരിക്കത്തക്കവണ്ണം ഈ നാളുകളിൽ ഹല്ലേലൂയ അശൂന്യംകാരിയുടെ ജീവിതം ആമേൻ നാം ഒന്നുകൂടെ ഹല്ലേലൂയ വായിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് അതിന്റെ മർമ്മത്തെ കണ്ടുപിടിച്ച് ആമേൻ അവിടെ വന്നുപോയ കുറവെന്താണ്, അവിടെ വന്നുപോയ ന്യൂനപക്ഷം എന്താണ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോർത്ത് ഹല്ലേലൂയ നാം ദൈവത്തെ ഒന്നുകൂടെ ആമേൻ തപ്പിനോട് നൃത്തത്തോടു കൂടെ ദാവീദ് ആരാധിച്ചതുപോലെ ആമേൻ മീഖൽ പോലും പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ആമേൻ, ആമേൻ, ഒരു രാജാവായിരിക്കെ ആമേൻ
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വകവയ്ക്കാതെ വേണം ആരാധിച്ച ആമേൻ ദാവീദിനെ ദൈവം ഉയർത്തിയതുപോലെ ഈ നാളുകളിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം സന്നദ്ധനാണ്. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിദാഹത്തോടുകൂടെ നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മെ പിടിപ്പിക്കാനായി ഇറങ്ങി വന്നിട്ടുണ്ട്. ചില ശോധനകൾ മാറണം, നിരാശകൾ മാറണം. ആമേൻ. ഹല്ലേലൂയ. കണ്ണുനീരുകൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണങ്ങൾ മാറി പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടബാ റിബാ 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 വശാറബാ റബാ ഉടബല റിക മാനവ ശാറബ ഉടബാ റിബാ റിബാ ശാറബ വശസ്യാറബ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഊര കുരുക്കുകളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജനം സ്വാതന്ത്ര്യമാകട്ടെ. തപ്പിനോട് നൃത്തത്തോട് ആരാധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.